ഹലോ ഗെയ്സ്, നമുക്കിന്നൊരു പൊട്ടറ്റോ സ്മാഷ് ആയാലോ. ആദ്യം പൊട്ടറ്റോ അരിഞ്ഞ് അല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. ചൂടോടുകൂടി തന്നെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ആയിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു 2-3 ഇൻഗ്രീഡിയൻറ്റ് ആഡ് ഓൺ ചെയ്യണം. പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ കുറച്ച് ബട്ടർ, ഇത്രയുള്ള ഒരു പീസ് ബട്ടർ ആഡ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആഡ് ചെയ്യാൻ ശ്രമിക്കണേ. എന്നിട്ട് അത് നന്നായിട്ട് അതിൽ യോജിപ്പിക്കണം. ബട്ടർ നന്നായിട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീം എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. ഇല്ലെങ്കിൽ ഇത് വലിയ വിലയൊന്നുമില്ല, 68 രൂപയേ ഉള്ളൂ. ഒരല്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഒരല്പം മതി. ഒരല്പം ക്രീം ആഡ് ചെയ്ത ശേഷം വീണ്ടും അതും കൂടി മിക്സ് ചെയ്യുക. ഇതൊരു ക്രീമി ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രീമി ടെക്സ്ചർ ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓരോരുത്തരുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ ഒരല്പം പാൽ ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാലും ബട്ടറും മാത്രം മതി. ആഡ് ചെയ്യുക. അത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് പാകത്തിനുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് പെപ്പറും സാൾട്ടും ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തതാണ് ഒരു മിക്സ് ചെയ്ത് ചെയ്യുന്നത്. അതൊന്ന് ഇടുക. അതിനുശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇതാണ് നല്ല സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ സ്മാഷ്. ഇത് നമുക്ക് വെറുതെയും കഴിക്കാം, പിന്നെ ബ്രെഡിൽ തേച്ച് കഴിക്കാം, പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. സ്പ്രെഡറായിട്ട് യൂസ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ, അതുവരെ ടാറ്റാ, ബൈ ബൈ.